ദേശീയപാത വികസനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേരളം. എന്നാൽ ദേശീയപാത നിർമ്മാണത്തിനായി പ്രവർത്തിക്കുന്ന തങ്കമല കരിങ്കൽ ക്വാറിയിലെ ഖനനം കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് ഒരു പിടി മനുഷ്യർ. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും അപകട ഭീഷണി കൊണ്ടും മാറി താമസിക്കേണ്ടി വരുന്നവർ നിരവധിയാണ്. ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കുറേയായി ഈ പ്രശ്നം കൊണ്ട് ഇവിടുത്തെ ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാണ്. എന്താ ചെയ്യാന്നുള്ള ഒരു പിടുത്തമില്ല. വർഷങ്ങളായി കോഴിക്കോട് തങ്കമലയിൽ പ്രവർത്തിക്കുന്ന ക്വാറി പ്രദേശവാസികൾക്ക് സമ്മാനിച്ചത് വിട്ടുമാറാത്ത രോഗങ്ങളും ദുരിതങ്ങളും മാത്രമാണ്. ദിവസേന 50 ലോഡിലധികം മെറ്റലും ക്വാറി വേസ്റ്റുമാണ് ഇവിടെ നിന്ന് ലോറികളിൽ കയറ്റിപ്പോകുന്നത്. ഇതുണ്ടാക്കുന്ന വായുമലിനീകരണം മൂലം കുട്ടികൾക്കും മുതിർന്നവർക്കും ശ്വാസകോശ രോഗങ്ങൾ സാധാരണയായി. ഇവിടുന്നുള്ള പ്രകമ്പനം ഭയങ്കര, ഉറക്കം പോലും ഇല്ലാത്ത എത്രയോ ഞങ്ങൾ വലിയ ആൾക്കാർക്ക് തന്നെ ഇപ്പോൾ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് അനധികൃതമായിട്ടുള്ള ഇത് ഒന്ന് നിന്ന് കഴിഞ്ഞത്. മറ്റു രാത്രി കാലങ്ങളിലൊക്കെ വണ്ടി പോകുന്ന സൗണ്ട് തന്നെ ഭയങ്കര. ബാക്കി പിന്നെ അവിടെ നിന്നുള്ള പൊട്ടലിൻ്റെ കാര്യം പറയാത്തതായിരിക്കും നല്ലത്. ഇവിടുന്ന് കൊണ്ടുവന്ന ആ പൊടി പാറി കഴിഞ്ഞിട്ട് അലർജീൻ്റെ പ്രശ്നമാണ് ഈ മുഴുവനും. തങ്കമലയുടെ താഴ്വാരത്തിലൂടെ ഒഴുക്കുന്ന കുറ്റ്യാടി ഇറിഗേഷൻ കനാലിലേക്കാണ് ക്വാറിയിൽ നിന്നുള്ള മലിനജലം തള്ളുന്നത്. കനാൽ മലിനമായതോടെ കിലോമീറ്ററുകളോളം നീളത്തിൽ കുടിവെള്ളത്തെ ആശ്രയിക്കുന്നവരും ദുരിതത്തിലായി. കൃത്യമായ മാലിന്യ സംസ്കരണമില്ലാത്തതിനാൽ ഒരു ചെറിയ മഴ പെയ്താൽ പോലും ക്വാറിയിൽ നിന്നുള്ള വിവിധ രാസപദാർത്ഥങ്ങളും മാലിന്യങ്ങളും റോഡുകൾ വഴി വീടുകളിലേക്കും കനാലിലേക്കും ഒഴുകിയെത്തും. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ പ്രദേശവാസികൾക്ക് ഇവിടെ ഇതിൽ കൂടെ തീരെ പോകാൻ നടക്കാനും കൂടി പറ്റാത്ത അവസ്ഥയാണ്. കലങ്ങിയ വെള്ളമാണ് മേലെ നിന്ന് പാറ വേസ്റ്റും ഈ എംസാൻ്റെ എല്ലാം കൂടി കുത്തി ഒലിച്ചിട്ട് ഈ വഴിക്ക് നടന്നു പോകാൻ കൂടി പ്രയാസപ്പെടുന്നത്. കാരണം കക്കൂസി മാലിനടക്കാണ് ഒഴുകിയിട്ട് ഈ കനാലിലേക്ക് വന്നിട്ട് കനാല് മൂടിപ്പോ കിലോമീറ്ററുകളോളം കനാല് മൂടിപ്പോവുകയും ചെയ്തിട്ട് ആ ഭാഗത്ത് ഓവർഫ്ലോ ആയിട്ട് അവിടെ ഒരു വീടിനടക്കം വീശുന്നുണ്ടായിരുന്നു. കനാല് പൊട്ടിയിട്ട് 24 മണിക്കൂർ ഇവർക്ക് പിന്നെ പെർമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വണ്ടി ഓടുവാനും ഇപ്പം കുറഞ്ഞ ദിവസമായിട്ടാണ് ഡേസ് ഒന്ന് കുറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പിന്നെ കളക്ടർ അടുത്ത ദിവസം വന്നാൽ അവിടെ കളക്ടർ വന്നൊരു ചില നിർദ്ദേശമെല്ലാം കൊടുത്തേക്ക് 47 നിബന്ധന പാലിക്കണമെന്ന്. അതിലിപ്പം കാര്യമായിട്ട് ഒന്നും പോലും പാലിച്ചിട്ടില്ല. ഇപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുക. നല്ല ശല്യം തന്നെയാണ്. രാഷ്ട്രീയക്കാരിങ്ങനെ വരും പോകുന്നല്ലാണ്ട് ഇതുവരെ കാര്യമായിട്ടുള്ളൊരു ഇത് കണ്ടിട്ടില്ല. ഇത്രയും പെട്ടെന്ന് നിർത്തിയാനാണ് ഞങ്ങളെല്ലാം അഭിപ്രായം. ക്വാറിയിലെ സ്ഫോടനത്തിന്റെ ആഘാതം പരിസരത്തുള്ള വീടുകളുടെ തകർച്ചയ്ക്ക് കാരണമായി. വീടുകളുടെ ഭിത്തികൾ വിണ്ടുകീറുന്നതും ജനാലകളും വാതിലുകളും പൊട്ടുന്നതും മണ്ണിടിച്ചിലും പതിവായതോടെ അപകടം ഭയന്ന് ജീവിക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. ക്രഷർ കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. 24 മണിക്കൂർ ഞങ്ങൾക്ക് ഇവിടെ ഉറങ്ങാനോ ഒന്നിനും കഴിയുന്നില്ല. പിന്നെ മുകളിൽ നിന്ന് പൊട്ടിക്കുന്നതുകൊണ്ട് ജനറൽ ക്ലാസ്സുകളെല്ലാം പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട് ഇവിടെ. ജാലകവും പിന്നെ വീടൊക്കെ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ട് നിൽക്കും. അന്നേരം ഞങ്ങൾക്ക് ശബ്ദം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഒട്ടാകെ കുലുങ്ങുന്നതിൻ്റെ ഭൂമി കുലുങ്ങുന്നതിൻ്റെ ഒട്ടുള്ള ഭയങ്കര ശബ്ദം ഉണ്ടാകുക. ഞാനിതെല്ലാം സഹിക്കുന്ന ഇപ്പോൾ 5-6 കൊല്ലമായി. ഞങ്ങൾ ഇവിടെ ഒരിക്കൽ പെയ്ത വെള്ളം തീർത്ത് ഇവിടുത്തെ അടുക്കളയിലുള്ള ഫുള്ള് മണ്ണും വെള്ളം വീഴും. 2 കൊല്ലെല്ലാം പാട് നശിച്ച് പോയി. ഇപ്പോൾ ഞാൻ അവിടെ പോയി പറഞ്ഞിട്ട് പോലെ പറഞ്ഞാൽ വെള്ളം മഴ പെയ്താൽ വെള്ളം മേലോട്ട് പോകുക താഴോട്ടല്ലേ പോകുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് തെറ്റിയതാണ്. ഞങ്ങൾക്കൊന്നും സുഖമല്ല. ഇതിനെ കൊണ്ട് തന്നെ പൊടി പാറിയിട്ട് പിന്നെ കൂടാണ്ട് പോരാ ഇങ്ങനെ പൊട്ടിക്കും വിള്ളൽ വന്നിക്ക്. അതുകൊണ്ട് തന്നെ മേത്ര കണ്ടത്തിൽ നിറച്ചും മെറ്റലും കല്ലും ഒലിച്ച് വന്ന് വീണിക്കും. കൂറ്റൻ ലോറികൾ തുടർച്ചയായി പോകുന്നത് കാരണം ഇവിടുത്തെ റോഡുകൾ തകരുന്നു. പല വീടുകളുടെയും ചുമരുകൾ എത്ര തവണ പെയിന്റ് അടിച്ചാലും നിറം മങ്ങി പൊടി പിടിച്ചാണ് ഇരിക്കുന്നത്. പ്രദേശത്ത് ഇപ്പോൾ കുടിവെള്ള പ്രശ്നങ്ങളും ഇവർക്ക് നേരിടേണ്ടി വരുന്നു. കിണറുകൾ ഇടിഞ്ഞു താഴുകയും വെള്ളം കുറയുകയും വെള്ളത്തിന്റെ നിറം മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ തുടരുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. തുടർച്ചയായ ലോറികളുടെ ശബ്ദവും ക്വാറിയിൽ നിന്നുള്ള ശബ്ദവും കുട്ടികളുടെ പഠനത്തെ പോലും ബാധിക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. കൊള്ള ലാഭത്തിനു വേണ്ടി കമ്പനികൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ ഇതുപോലെ തുരന്നെടുക്കുമ്പോൾ അനാഥമാകുന്നത് ഒരുപാട് കുടുംബങ്ങളാണ്. ഈ ക്വാറിക്ക് ചുറ്റുമായി 100ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ ഷാഫിയോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം.